ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്ന ഒരു അടിപൊളി ഈസി റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. പാർട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഏകദേശം ഒരു 50 പേർക്കൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള 1.5 കിലോ നൂഡിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസ് വേണം, പ്രത്യേകം ശ്രദ്ധിക്കുക എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മസാല ഫ്ലേവറിലൊന്നും വരുന്ന നൂഡിൽസ് എടുക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള നൂഡിൽസ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 1.5 കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത്. കമ്പനിയൊക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ വേവും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും, പാക്കിന് പുറത്ത് തന്നെ. അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക, വെള്ളം ചേർക്കുക. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ വെജിറ്റബിൾസും നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് ഓനിയൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ, അത് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 2 വലിയ തുടം വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാപ്സിക്കം എത്ര കളർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എനിക്ക് ഗ്രീൻ മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ മേൽഭാഗത്തുള്ള ഭാഗമാണ് കേട്ടോ, അത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഞാനിത് 1 കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 സ്പൂണോളം മുളക് പൊടി ഇതേപോലെ മിക്സ് ആക്കി എടുക്കുക. ജീരകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതേപോലെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും, ചെറിയ കഷ്ണങ്ങളാണല്ലോ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന അതേ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തേക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ കൂടി ചെയ്തേക്കുക. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് വേവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ പാത്രത്തിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 4 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് നൂഡിൽസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത ഉടനെ ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. അതിനുശേഷം വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. ഞാനൊന്ന് അടച്ച് വെച്ചത് പെട്ടെന്നൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി വെന്തതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിലിട്ടിട്ട് കോരി മാറ്റിയെടുക്കുക. എന്നിട്ട് മേൽഭാഗത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് അതിലോട്ടേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ പിന്നെ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് കുറച്ച് വേവുള്ളതാണല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അത് തീ ഒട്ടും കുറച്ച് വെക്കരുത് കേട്ടോ. പിന്നെ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓനിയൻ്റെ അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഉപ്പിന് പകരം ഞാൻ ചേർക്കുന്നത് നമ്മുടെ മാഗി ക്യൂബാണ് കേട്ടോ. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നില്ല, അത് ആ ക്യൂബ് 4 എടുത്തിട്ടുണ്ടായിരുന്നു. 4 ഇതിൽ കറക്റ്റായിരുന്നു. പിന്നെ സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തത് ഫസ്റ്റിൽ. അത് ഒരു 4 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള ഡാർക്ക് സോസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കും. ടൊമാറ്റോ സോസ് 8 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ ഇതുവരെ ചേർത്ത് കൊടുക്കണത്ര കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ മസാല എല്ലാ നൂഡിൽസിലേക്കും പിടിച്ച് വരുള്ളൂ. ഒത്തിരി ഒരുമിച്ച് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ മസാല പിടിക്കൂല. അപ്പോൾ നമുക്ക് ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മസാല ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തത് എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ 2 കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ചെയ്തെടുക്കണം. എങ്കിലേ ഈസി ആയിട്ട് ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സ്പ്രിംഗ് ഓനിയൻ്റെ മേൽഭാഗത്തുള്ള ആ ഭാഗവും പിന്നെ
മല്ലിയിലയാണ് കേട്ടോ. അത് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വീട്ടിൽ വലിയ സൽക്കാരോ പരിപാടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ അളവിലൊന്ന് ഉണ്ടാക്കി നോക്കുക. കറക്റ്റ് അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്, കറക്റ്റായിട്ടുള്ള അളവാണ്. അപ്പം നമ്മുടെ നൂഡിൽസിലേക്ക് ഇനി മിക്സ് ആയതിന് ശേഷം നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ചധികം തന്നെ ഇട്ടോളൂ കേട്ടോ. മല്ലിയിലയാണ് ഇതിന് ഹൈലൈറ്റ്. നല്ലപോലെ മല്ലിയില ഇലേൻ്റെ ഭാഗം മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, തണ്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഗ്രീൻ ഭാഗം കൂടി ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ കറക്റ്റായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു നൂഡിൽസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.